നമസ്കാരം. കേരളത്തിന്റെ അഭിമാന പദ്ധതി ആയിരുന്നു കെ ഫോൺ പദ്ധതി. കേരള സർക്കാരിന്റെ അഭിമാന പദ്ധതികൾ പലതുണ്ടെങ്കിലും അതിൽ ഏറ്റവും എടുത്തു പറയത്തക്ക ഒരു പദ്ധതിയായിരുന്നു കെ ഫോൺ പദ്ധതി. കെ ഫോൺ പദ്ധതിയുടെ ഒരു പ്രത്യേകത, സമൂഹത്തിലെ താഴെത്തട്ടിലുള്ള ജനങ്ങൾക്ക് സുരക്ഷിതമായിട്ട് ഇന്റർനെറ്റ് കൈകാര്യം ചെയ്യുന്നതിന് വേണ്ടി കേരളത്തിലെ സർക്കാർ, LDF സർക്കാർ രൂപീകരിച്ച പദ്ധതിയായിരുന്നു കെ ഫോൺ പദ്ധതി. ഈ കെ ഫോൺ പദ്ധതി കേരളത്തിൽ നടപ്പിലാക്കാൻ തീരുമാനിച്ച അന്നു മുതൽ വ്യാജ പ്രചരണങ്ങളും കള്ളപ്രചരണങ്ങളുമായി പ്രതിപക്ഷവും അതുപോലെ തന്നെ മുഖ്യധാരാ മാധ്യമങ്ങളും വളരെയേറെ സജീവമായി രംഗത്തുണ്ടായിരുന്നു. എന്നാൽ അതിനെയൊക്കെ അതിജീവിച്ചുകൊണ്ട് ഇപ്പോൾ ഈ സെപ്റ്റംബർ മാസം 2024 സെപ്റ്റംബർ മാസം ഏകദേശം 1 ലക്ഷം കണക്ഷൻ കൊടുത്തിരിക്കുകയാണ്. ഈ ഡിസംബറിനകം കൊടുക്കാൻ പോവുകയാണ്. ഈ 2024 ഡിസംബറിനകം 1 ലക്ഷം കണക്ഷനാണ് ഇപ്പോൾ കൊടുക്കാൻ പോകുന്നത്. അത് ഈ കള്ളപ്രചാരണങ്ങളും വ്യാജ പ്രചാരണങ്ങളും നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ സന്ദർഭത്തിലും കെ ഫോൺ കണക്ഷൻ എടുക്കുന്നതിന് വേണ്ടി ഉപഭോക്താക്കൾ മുന്നോട്ട് വരുന്നു എന്നതാണ് ഇതിന്റെ പ്രത്യേകത. ഇപ്പോൾ തന്നെ സർക്കാർ ഓഫീസുകളിൽ ഏകദേശം 23,347 സ്ഥാപനങ്ങളിലാണ് കെ ഫോൺ പ്രവർത്തിക്കുന്നത്. അതുപോലെ തന്നെ BPL കുടുംബങ്ങൾക്ക് 5,224 കുടുംബങ്ങളിലാണ് നിലവിലുള്ളത്. തുക ഈടാക്കി ഉള്ള മറ്റ് കണക്ഷനുകൾ, അതായത് വീട്ടു കണക്ഷൻ ഉൾപ്പെടെ തുക ഈടാക്കിക്കൊണ്ടുള്ള കണക്ഷൻ 25,401 ആണ്. ഹൈ വാല്യൂ കസ്റ്റമർ ഫൈബർ ലൈൻ ലീസ് 252 എണ്ണമാണ്. ആകെ ലീസിന് കൊടുക്കേണ്ടത് 3,612 കിലോമീറ്റർ ഫൈബറും ആണ്. ഇങ്ങനെയാണ് കെ ഫോൺ പദ്ധതിയുടെ ഒരു രൂപരേഖ ഇപ്പോൾ പോകുന്നത്. ഈ വർഷം ഡിസംബറോടെ 1 ലക്ഷം കണക്ഷൻ പൂർത്തിയാക്കാൻ കെ ഫോൺ തയ്യാറെടുക്കുകയാണെന്ന് അതിന്റെ അധികൃതർ പറഞ്ഞിരിക്കുകയാണ്. കോടതി വ്യവഹാരവും കള്ളപ്രചാരണങ്ങളും പദ്ധതി നടത്തിപ്പിന് തീർത്ത പ്രതിസന്ധി ചെറുതല്ല. മാനേജിംഗ് ഡയറക്ടർ സന്തോഷ് ബാബു അടക്കം ആകെയുള്ള 10 ഉദ്യോഗസ്ഥരും കേസുകളുടെ പിന്നാലെ തന്നെയായിരുന്നു. ഹർജിക്കാർ ഉന്നയിച്ച വിവിധ ആരോപണങ്ങൾക്ക് തെളിവുകൾ സഹിതം മറുപടി നൽകാനും അപ്പോഴത്തെ പുരോഗതികൾ അറിയിക്കാനും അധികൃതർക്ക് ആയി. വൈഷമ്യങ്ങൾ നേരിട്ടെങ്കിലും പദ്ധതി പ്രവർത്തനങ്ങൾ പൂർണ്ണമായും തടസ്സപ്പെട്ടില്ലെന്ന് MD അറിയിച്ചിരിക്കുകയാണ്. ഹർജിക്കാർ മുഖ്യമായും ആശ്രയിച്ചത് CAG റിപ്പോർട്ടിലെ പരാമർശങ്ങളായിരുന്നു. ചില സംശയങ്ങൾ ഉന്നയിക്കുകയും വിശദാംശങ്ങൾ ആരായുകയും CAG ചെയ്യുന്നത്, അവയ്ക്കെല്ലാം കൃത്യമായി മറുപടികളും രേഖകളും കെ ഫോൺ അധികൃതർ CAGക്ക് നൽകി കൃത്യത വരുത്തുകയും ചെയ്തു. CAGയുടെ പരാമർശങ്ങൾ തീരുമാനങ്ങളല്ലെന്നും അവ തള്ളാനും കൊള്ളാനുമുള്ള അവകാശം നിയമസഭയ്ക്കുണ്ടെന്നും കോടതി തന്നെ എടുത്ത് പറയുകയും ചെയ്തു. ഇതിനിടയ്ക്ക് പ്രതിപക്ഷ നേതാവ് കൊണ്ട് കെ ഫോണിനെതിരായി കേസ് കൊടുത്തിരുന്നു. ആ ഹർജി ഹൈക്കോടതി നിരുപാധികം തള്ളിക്കളഞ്ഞിരിക്കുകയാണ്. രാജ്യത്തിന് തന്നെ മാതൃകയായിട്ടുള്ള കെ ഫോൺ പദ്ധതിയെ അട്ടിമറിക്കുന്നതിന് വേണ്ടി പ്രതിപക്ഷ നേതാവ് VD സതീശൻ അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലാണ് ഈ ഹൈക്കോടതിയിൽ കൊണ്ട് കേസ് കൊടുക്കുകയും നല്ല തിരിച്ചടി കിട്ടി അതിനെ തള്ളിക്കളയുകയും ഹൈക്കോടതി അതിനെ തള്ളിക്കളയുകയും ചെയ്തു. സർക്കാരിന്റെ എല്ലാ പദ്ധതികളെയും രാഷ്ട്രീയ ലക്ഷ്യത്തോടെ കാണുകയും പ്രതിപക്ഷത്തിന്റെ പതിവ് രീതികൾ നടപ്പിലാക്കുകയും ചെയ്യുകയായിരുന്നു. ഇപ്പോൾ തുടർച്ചയായി കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രഹരം കൂടിയായിരുന്നു കെ ഫോണിലുള്ള ഈ പ്രതിപക്ഷ നേതാവിനുള്ള തിരിച്ചടി. സാമൂഹ്യ ഉത്തരവാദിത്തത്തോടെയുള്ള ഇടപെടലിന് ബാധ്യസ്ഥരായ പ്രതിപക്ഷവും മാധ്യമങ്ങളും കുറെ കൂടി അവധാനതയോടെ സൂക്ഷ്മതയോടും കൂടി ഇത്തരം കാര്യങ്ങളെ കാണണമെന്ന് മുന്നറിയിപ്പ് കൂടിയാണ് കോടതി ഉത്തരവ്. കെ ഫോൺ അഴിമതി CBIക്ക് വിടണമെന്ന ആവശ്യത്തെ പ്രഥമ ദൃഷ്ട്യാ പോലും ഇടപെടേണ്ട കാര്യമില്ല എന്നാണ് ഹൈക്കോടതി വ്യക്തമാക്കിയത്. ഹൈക്കോടതിയുടെ ഇടപെടലും സർക്കാരിന്റെ ഭാഗത്തു നിന്നുള്ള ശക്തമായിട്ടുള്ള ഇടപെടലും കൊണ്ടാണ് ഇപ്പോൾ ഈ കെ ഫോൺ പദ്ധതി വളരെ ശക്തമായിട്ട് തന്നെ കേരളത്തിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാ കുടുംബങ്ങളിലും ഇതിന്റെ പ്രയോജനം ലഭിക്കും എന്ന് തന്നെയാണ് നമ്മൾ കരുതുന്നത്.